Dear students, in the previous couple of lectures, I have defined what is a vector. The definition I have mentioned was a vector is a quantity which transforms under coordinate rotation. In this video, I would like to elaborate on this point that how vector transforms under coordinate rotation. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ്ലി. അതിൻ്റെ ഡെഫിനിഷനാണ് ഇറ്റ്സ് എ ക്വാണ്ടിറ്റി വിച്ച് ട്രാൻസ്ഫോംസ് അണ്ടർ കോർഡിനേറ്റ് റൊട്ടേഷൻ. അതായത് കോർഡിനേറ്റ് സിസ്റ്റം, ആ വെക്റ്റർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ വരുന്ന ക്വാണ്ടിറ്റീസ്, അതായത് അത് ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. മാറുന്ന തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, so before going to the discussion, I would like to recap what we have already learned. Basically the Cartesian coordinate systemത്തിൽ എങ്ങനെയാണ് ഒരു വെക്ടറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ അതിൻ്റെ കമ്പോണൻറ്റ് ഫോമിൽ എങ്ങനെയാണ് ഒരു വെക്ടർ എഴുതുന്നത്, അതുപോലെ തന്നെ വെക്ടർ ഓപ്പറേഷൻസ് എങ്ങനെയാണ് എഴുതുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെക്ടറിന് 3 കമ്പോണൻസ് ഉണ്ടാവും: എ എക്സ്, എ വൈ, എ ഇസഡ്. ഇറ്റ് ഈസ് എക്സ്പ്രസ് ടുഗദർ വിത്ത് ദ യൂണിറ്റ് വെക്ടർ along the direction of x, y and z. Okay, x cap എന്ന് പറഞ്ഞാൽ it's a unit vector along the x direction and so on. Okay, അപ്പോൾ ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് ഏതാണെന്ന് വെച്ചാൽ ഈ വെക്ടർ എയുടെ എക്സ് കമ്പോണൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഡൗൺ എ എക്സ്, വൈ കമ്പോണൻ്റ് വിൽ ബി എ വൈ, സെഡ് കമ്പോണൻ്റ് വിൽ ബി എ സെഡ്. ഓക്കെ, സോ ഒരു വെക്ടറിൻ്റെ കമ്പോണൻറ്റ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു സ്പെസിഫൈ ഈച്ച് കമ്പോണൻറ്റ് എ ഐ എന്നാണ്, വേർ ഐ ഈസ് എക്സ്, വൈ ആൻഡ് ഇസഡ്. സോ ഒരു വെക്ടറിനെ കമ്പോണൻറ്റ് ഫോമിൽ എഴുതുകയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ഐ എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് ഓരോ കമ്പോണൻറ്റും സ്പെസിഫൈ ചെയ്യണം. എ ഐ എന്ന് പറഞ്ഞാൽ എ എക്സ് എന്ന് പറഞ്ഞാൽ ഐക്ക് എക്സ് വാല്യൂ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ എക്സ്, വൈ വാല്യൂ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ വൈ ആൻഡ് ഇസഡ് വാല്യൂ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ഇസഡ്. ഓക്കെ, സോ ദിസ് ഈസ് ദ കമ്പോണൻറ്റ് ഫോം ഓഫ് എ വെക്ടർ എ. നൗ കമ്പോണൻറ്റ് ഫോമിൽ നമുക്ക് സ്കാലർ പ്രൊഡക്റ്റും എഴുതാൻ പറ്റും. ഓക്കെ, സ്കാലർ പ്രൊഡക്റ്റ് എഴുതാന്ന് പറഞ്ഞാൽ സ്കാലർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ആണ്. എ ഡോട്ട് ബി നമുക്ക് അറിയാവുന്ന എക്സ്പാൻഷനാണിത്. എ എക്സ് ബി എക്സ്, എ വൈ ബി വൈ, എ ഇസഡ് ബി ഇസഡ്. ഓക്കെ, സോ ബി എക്സ്, ബി വൈ, ബി ഇസഡ് എന്നൊക്കെ സെക്കൻഡ് വെക്ടറിൻ്റെ കമ്പോണൻസ് ആണ്. ഓക്കെ, ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ കമ്പോണൻറ്റ് ഫോമിൽ എഴുതാം. കമ്പോണൻറ്റ് ഫോമിൽ എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സമ്മേഷൻ്റെ ഫോമിൽ നമുക്കിതിനെ എഴുതാം. ഓക്കെ, സമ്മേഷൻ ഐ എ ഐ ബി ഐ എന്ന് എഴുതി. ഓക്കെ, സോ here I runs from x, y and z. ഓക്കെ, ഐക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എക്സ്, വൈ, ഇസഡ് എന്നുള്ള വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുക? ഫസ്റ്റ് ഐക്ക് എക്സ് കൊടുക്കുക. സോ എ ഐക്ക് പകരം എക്സ് ആയി, ഇവിടെയും ഐ മാറ്റിയിട്ട് എക്സ് ആക്കണം. എ എക്സ് ബി എക്സ് എന്ന് കിട്ടും. ഇനി ഇത് സമ്മേഷൻ ഓപ്പറേഷനാണ്. ഒരു ടേം കഴിഞ്ഞ് അടുത്ത ടേം സം ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് സമ്മേഷൻ ഇട്ടു. അടുത്തത് ഐക്ക് വൈ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എ വൈ ബി വൈ കിട്ടും. വീണ്ടും ഒരു സമ്മേഷൻ, ഇതിലുള്ള എല്ലാ വേരിയബിൾസും സം ചെയ്യണം. സോ പ്ലസ് സൈൻ ഇടുക. അതിനുശേഷം ഐക്ക് ഇസഡ് വാല്യൂ കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് എ ഇസഡ് ബി ഇസഡ്. സോ ദിസ് ഇസ് ദ കമ്പോണൻറ്റ് ഫോം ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, സമ്മേഷൻ എ ഐ ബി ഐ. ഇതുപോലെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രൊഡക്റ്റും നമുക്ക് കമ്പോണൻറ്റ് ഫോമിൽ. വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഡെഫിനിഷനാണ്. ഡിറ്റർമിനൻറ്റ് ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ് സെക്കൻഡ് റോയിൽ എഴുതി, സെക്കൻഡ് വെക്ടറിൻ്റെ കമ്പോണൻസ് തേർഡ് റോയിൽ എഴുതി, ഫസ്റ്റ് റോയിൽ യൂണിറ്റ് വെക്ടേഴ്സ് എക്സ്, വൈ ആൻഡ് ഇസഡ്. ഓക്കെ, അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് നമുക്ക് എഴുതാൻ അറിയാം. ഈ റോയും കോളും ഒഴിവാക്കിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എ വൈ ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി വൈ. വൈ കമ്പോണൻ്റ് എഴുതുന്ന സമയത്ത് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു മൈനസ് സൈൻ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫോം ഇങ്ങനെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വി ഹാവ് ഡൺ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദി വെക്ടർ ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ്. അപ്പോൾ ഈ കമ്പോണൻറ്റിന് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ എ ക്രോസ് ബിയുടെ ith കമ്പോണൻറ്റ്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ടേക്ക് വാല്യൂസ് എക്സ്, വൈ ആൻഡ് ഇസഡ്. ഓക്കെ, ith കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എപ്സിലോൺ ഐ ജെ കെ എ ജെ ബി കെ എന്നാണ്. ഓക്കെ, ഇതെന്താണ്, ഇതിലുള്ള ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. എപ്സിലോൺ ഐ ജെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ്സ് എ ടെൻസർ. ഓക്കെ, ബേസിക്കലി എ ടെൻസർ. ഇതിന് 3 ഇൻഡെക്സ് ഉണ്ട് അല്ലേ, ഐ ഉണ്ട്, ജെ ഉണ്ട്, കെ ഉണ്ട്. ഈ ഐ ജെ കെ ഈ 3 ഇൻഡെക്സിനും എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് എക്സ് വൈ ഇസഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഇത് വളരെ സിമ്പിളാണ്. ഈ എപ്സിലോൺ ഐ ജെ കെയിൽ ഏതെങ്കിലും ഇൻഡീസസ് സെയിം ആണെങ്കിൽ, ഇപ്പം ജെ എക്സും കെ എക്സും ആണെങ്കിൽ, അപ്പം ഈ 2 ഇൻഡെക്സ് സെയിം ആണ്, എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും 2 ഇൻഡെക്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എപ്സിലോൺ ഐ ജെ കെയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഇവിടെയുള്ള ഇതെല്ലാം ഇൻഡെക്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതായത് എക്സ് വൈ, ഫോർ എക്സാമ്പിൾ എക്സ് വൈ സെഡ്, ഇപ്പോൾ 3 ഇൻഡെക്സും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി ക്ലോക്ക് വൈസിലാണ് ഈ 3 ഇൻഡെക്സ് വന്നിട്ടുള്ളതെങ്കിൽ +1 ആണ് എപ്സിലോൺ ഐ ജെ കെയുടെ വാല്യൂ. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വന്നിട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ -1 ആണ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ യു ഹാവ് ടു റൈറ്റ് ഡൗൺ എപ്സിലോൺ ഐ ജെ കെ, എ ജെ, ബി കെ. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എ ജെ ഇവിടെ വരുന്ന ഇൻഡെക്സ് ഈ എപ്സിലോൺ ഐ ജെ കെയുടെ 2ാമത്തെ ഇൻഡെക്സ് ആയിരിക്കണം. അതുപോലെ ബിയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്സിലോൺ ഐ ജെ കെയുടെ ലാസ്റ്റ് ഇൻഡെക്സ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ എന്താണോ എഴുതുന്നത് അതേ ഇൻഡെക്സ് ആയിരിക്കണം ഇവിടെ. അതുപോലെ 2ാമത്തെ ഇൻഡെക്സ് ഏതാണോ അതേ ഇൻഡെക്സ് ആയിരിക്കണം എ ജെയുടെ ഇൻഡെക്സ്. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പോണൻറ്റ് ഫോം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ എ ക്രോസ് ബി എക്സ് കമ്പോണൻ്റ് ആണ് ഞാൻ എടുക്കുന്നത് വയ്ക്കുക. എക്സ് കമ്പോണൻ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ പ്രകാരം എപ്സിലോൺ ഐ ജെ കെ എന്നാണ്. അപ്പം ഇവിടെ ഐക്ക് പകരം ഞാൻ എക്സാണ് കൊടുത്തത്, അപ്പോൾ ഐ മാറ്റാൻ പാടില്ല. ഓക്കെ, ഐ എപ്പോഴും എക്സ് തന്നെയാണ്, ഐ ഈക്വൽ ടു എക്സ്. സോ എപ്സിലോൺ ഐ ജെ കെയുടെ പകരം ഇവിടെ എക്സ്, ഐ മാറ്റിയിട്ട് എക്സ് കൊടുത്തു. ബാക്കി ജെയും കെയും ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് ഇസഡ്. ഓക്കെ, എക്സ് വൈ ഇസഡിൽ ഏതെങ്കിലും വാല്യൂസ് സെലക്ട് ചെയ്യാം. ഇനി എക്സ് ഫിക്സ് ചെയ്തു, എപ്സിലോണിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് ഫിക്സ് ചെയ്തു. ഫസ്റ്റ് ഇൻഡെക്സ് ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ കമ്പോണൻറ്റ് വി ആർ ലുക്കിംഗ് അറ്റ്. ഓക്കെ, ഇനി ജെയും കെയും മാറ്റിക്കൊണ്ടിരിക്കുക. ജെ ആദ്യം എക്സ് ആക്കി, കെയ്ക്കും എക്സ് കൊടുത്തു. ഇനി ഫസ്റ്റത്തെ ഇൻഡെക്സ് അത് ജെ മാറ്റിയില്ല, കെ മാറ്റി വൈ ആക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുന്ന സമയത്ത് ഈ 2ാമത്തെ ഇൻഡെക്സ് എക്സ് ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ എക്സ് കൊടുത്തു, എ എക്സ്. 3ാമത്തെ ഇൻഡെക്സ് എക്സ് ആയിരുന്നു, ഇവിടെ ബി എക്സ് കൊടുത്തു. ഇനി ഇവിടെ എഴുതുന്ന സമയത്ത് 2ാമത്തെ ഇൻഡെക്സ് എക്സ്, 3ാമത്തെ ഇൻഡെക്സ് വൈ. ഓക്കെ, ഇങ്ങനെ റിപ്പീറ്റഡ്ലി എല്ലാ പോസിബിലിറ്റീസും നമുക്ക് ഇതിൽ എഴുതാം. ഓക്കെ, സോ ഫസ്റ്റ് ഇൻഡെക്സ് അതിന് മാറ്റമൊന്നുമില്ല, 2ാമത്തെ ഇൻഡെക്സ് എക്സ്, അടുത്ത പോസിബിലിറ്റി വൈക്ക് ലാസ്റ്റ് ഇൻഡെക്സ് ഇസഡ് ആക്കി കൊടുത്തു. ഇനി ഇതിൽ പോസിബിലിറ്റീസ് ഇല്ല. ഇനി മാറ്റം വരുന്നത് 2ാമത്തെ ഇൻഡെക്സ് വൈ ആക്കി, അവസാനത്തെ ഇൻഡെക്സ് എക്സ്. അതുപോലെ 2ാമത്തെ ഇൻഡെക്സ് വൈ, അവസാനത്തെ ഇൻഡെക്സ് വൈ, 2ാമത്തെ ഇൻഡെക്സ് വൈ, അവസാനത്തെ ഇൻഡെക്സ് ഇസഡ്. ഓക്കെ, അപ്പോൾ ആ പോസിബിലിറ്റിയും കഴിഞ്ഞു. ഇനി 2ാമത്തെ ഇൻഡെക്സ് ഇസഡ് ആക്കി, അവസാനത്തെ ഇൻഡെക്സ് എക്സ്, വൈ, ഇസഡ് കൊടുത്തു. ഇസഡ് കൊടുത്തു. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റീസും എഴുതി. ഇതൊക്കെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എപ്സിലോണിൻ്റെ 2ാമത്തെ ഇൻഡെക്സ് ആയിരിക്കണം എയുടെ ഇൻഡെക്സ്, അതുപോലെ അവസാനത്തെ ഇൻഡെക്സ് ആയിരിക്കണം ബിയുടെ ഇൻഡെക്സ്. ഓക്കെ, ഇതെല്ലാ ടേംസും കൺസിഡർ ചെയ്തു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഇൻഡെക്സ് ഫിക്സ്ഡ് ആണ്, എക്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് വി ആർ ലുക്കിംഗ് അറ്റ് ദി എക്സ് കമ്പോണൻറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റിൽ വൈ എന്നുള്ള ടേം വരാഞ്ഞത്. ഇനി നോക്കാം, ഇൻഡെക്സസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ എപ്സിലോണും 0 ആണ് നമുക്കറിയാം. ഓക്കെ, ഇവിടെ എല്ലാ ഇൻഡെക്സും റിപ്പീറ്റഡ് ആണ്, ദിസ് ടേം വിൽ ബി 0. ഇവിടെ ആദ്യത്തെ 2 ഇൻഡെക്സ് റിപ്പീറ്റഡ് ആണ്, ദിസ് ടേം വിൽ ബി 0. ഇവിടെ ആദ്യത്തെ 2 ടേം റിപ്പീറ്റഡ് ആണ്, ദിസ് ടേം വിൽ ബി 0. ഇവിടെ ആദ്യത്തെയും അവസാനത്തെ ഇൻഡെക്സ് റിപ്പീറ്റഡ് ആണ്, ഒരേ വാല്യൂ ആണ്, അതുകൊണ്ട് അത് 0. ഇവിടെ 2, 3 റിപ്പീറ്റഡ്, ഇത് 0. ഇവിടെയും 0, എക്സ് റിപ്പീറ്റഡ് ആണ്, ഇവിടെ ഇസഡ് റിപ്പീറ്റഡ് ആണ്. 0 അല്ലാത്ത ടേം ഈ 2 ടേമാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, എപ്സിലോൺ എക്സ് വൈ സെഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇൻഡീസസ് വന്നിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഓർഡറിലാണെങ്കിൽ, അതായത് എക്സ് വൈ സെഡ് എന്നിങ്ങനെ എഴുതി, എന്നിട്ട് ക്ലോക്ക് വൈസിലാണോ ഇത് വന്നിരിക്കുന്നത് നോക്കാം. ക്ലോക്ക് വൈസിലാണ്, അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ +1 ആണ്. ഓക്കെ, സോ നമുക്ക് എഴുതി എ വൈ ബി സെഡ് എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്തത് നോൺ സീറോ വാല്യൂ ഇതായിരുന്നു, എക്സ് ഇസഡ് വൈ. അപ്പം എക്സ് വൈ ഇസഡ് അതിൻ്റെ ഓർഡർ മാറ്റണ്ട, ഏത് ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ എക്സ് കഴിഞ്ഞിട്ട് അടുത്തത് ഇസഡ് ആണ്, ഇസഡ് നിന്ന് വൈ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതിൻ്റെ വാല്യൂ എപ്സിലോൺ
എക്സ് ഇസഡ് വൈയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ -1 ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ പ്ലസ് മാറി മൈനസായി, ബാക്കി എ ഇസഡ് ബി വൈ. അപ്പോൾ ഇതേ കമ്പോണൻ്റ് ഇത് ഇപ്പോൾ നമുക്ക് കിട്ടിയ എക്സ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് എ വൈ ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി വൈ. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ കമ്പോണൻറ്റും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദ component form of A cross B. Okay, A cross B can be written as A cross B ith component can be written as epsilon ijk aj bk. So we need this for the further calculation. Okay, so നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ y component z component എഴുതിയിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്യുക, പ്രീവിയസ് എക്സ്പ്രഷൻ വെച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, now we consider the rotation of the coordinate system along the x-axis, or taking x-axis as the rotational axis through an angle phi. എന്ന് വെച്ചാൽ നമുക്ക് ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ആക്സിസസ് എക്സ് വൈ സെഡ് ആണ്. ഓക്കെ, അത് റൊട്ടേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എഴുതുന്നത്, അതിൻ്റെ ആക്സിസ് എഴുതുന്നത് എക്സ് ബാർ വൈ ബാർ ഇസഡ് ബാർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കോർഡിനേറ്റ് റൊട്ടേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് വൈ സെഡ് പ്ലെയിൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ബിക്കോസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, ഇതിന് ഈ പേജിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആയിരിക്കും. ഓക്കെ, അവിടെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എയ്തർ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഓക്കെ, വി ക്യാൻ കൺസിഡർ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ബിക്കോസ് ആംഗിൾ അളക്കുന്നത് 0 എങ്ങോട്ടാണല്ലോ. സോ ഈ റൊട്ടേഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്കൊരു എക്സ് ഇതിൽ കാണിക്കാത്തതിന് കാരണം എക്സ് ആക്സിസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് കോർഡിനേറ്റ് വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. സോ വൈയും ഇസഡും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഇത് ആദ്യം എടുക്കുന്ന ആക്സിസ് ആണ് ഇത്. ഇനി ഈ ആക്സിസ് എടുത്തിട്ട് കുറച്ച് റൊട്ടേറ്റ് ചെയ്തു, ഫൈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പം ഈ വൈ എന്നുള്ള ആക്സിസ് മാറിയിട്ട് വൈ ബാറായി, അതുപോലെ ഇസഡ് എന്നുള്ള ആക്സിസ് റൊട്ടേറ്റ് ചെയ്തിട്ട് പുതിയ ആക്സിസായി ഇസഡ് ബാറായി. അപ്പോൾ ആദ്യത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു വെക്റ്റർ എ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, വെക്റ്റർ എക്ക് 3 കമ്പോണൻസ് ഉണ്ടാവും, എ എക്സ്, എ വൈ, എ ഇസഡ്. ഓക്കെ, അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് മാറ്റം വരില്ല, കാരണം എക്സ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എക്സ് കമ്പോണൻറ്റിന് വ്യത്യാസം വരില്ല. ബാക്കിയുള്ള കമ്പോണൻസിന് ചേഞ്ചസ് വരും. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ എക്സ് വൈ സെഡ് ആക്സിസിൽ ഒരു വെക്റ്ററിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ആക്സിസ് എടുക്കാം, വൈ, അപ്പോൾ അതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം നമുക്കുള്ളത് ഒരു വെക്റ്ററാണ്. ഓക്കെ, എ എന്നുള്ള വെക്റ്റർ, ആ എ എന്നുള്ള വെക്റ്റർ എക്സ് ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വൈ ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എ വൈ എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ നിന്ന് കോസ് തീറ്റ എടുക്കുകയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ്, ഈ സൈഡ് ഡിവൈഡ് ബൈ എ എന്ന് വരും. ഓക്കെ, ഈ സൈഡ് എ വൈ ആയിട്ട് എടുക്കുക. സോ എ വൈ വിൽ ബി എ കോസ് തീറ്റ. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ഇസഡ് ആണ്. ഇവിടെ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെ ലെങ്ത് ആണ്, വെക്ടർ എ എന്ന് വരും. ഓക്കെ, അവിടെ നിന്ന് എ ഇസഡ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് വരും. സോ ദീസ് ആർ ദി കമ്പോണൻറ്റ്സ് ഓഫ് വെക്ടർ ഇൻ ദി ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. സോ ഇതാണ് നമ്മൾ ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് എടുക്കുന്നത്. എക്സ് വൈ സെഡ് ആക്സിസ് ഉള്ളതാണ് ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. നമുക്ക് അറിയേണ്ടത് പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, അതായത് ഇപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റി റൊട്ടേറ്റ് ചെയ്തു, അതായത് ആദ്യമുള്ള കോർഡിനേറ്റ് സിസ്റ്റം ഫൈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തപ്പം ഈ വെക്ടറിൻ്റെ ഈ കമ്പോണൻസിനൊക്കെ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഓക്കെ, സോ അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് ഇതിൻ്റെ വൈ കമ്പോണൻറ്റ് എന്തായും, ഇതാണ് ഇപ്പോൾ വൈ കമ്പോണൻറ്റ്, അതായത് ഈ വെക്ടറിൽ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഈ ലെങ്ത്താണ് എ വൈ പ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, എ ഇസഡ് പ്രൈം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ വെക്ടറിൽ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇത് ഇത്രയും ലെങ്ത്താണ് എ ഇസഡ് പ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ വൈ ബാർ ഓർ പ്രൈം യു ക്യാൻ സേ എ ബാർ എന്ന് പറയുന്നത്, എ വൈ ബാർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ, പക്ഷേ ഇപ്പോൾ ട്രയാങ്കിൾ മാറി. ഇപ്പോൾ ട്രയാങ്കിൾ ഏതാണ്, ഒ പി ക്യൂ എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഈ സൈഡായിരിക്കും എന്ത്, എ വൈ ബാർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ കോസ് തീറ്റ എടുക്കാം. തീറ്റ എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ്. ഇപ്പം ഈ ആംഗിൾ എത്രയാണ്? തീറ്റ ബാർ എന്ന് കൊടുത്തു ഈ ആംഗിളിന്. ഓക്കെ, ഇതാണ് കോസ് തീറ്റ ബാർ എന്ന് പറയുന്നത്. കോസ് തീറ്റ ബാറാണ് ഈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഇനി തീറ്റ ബാറിന് നമുക്ക് ഫൈയുടെ ടേംസിലേക്ക് എഴുതാം. ഓക്കെ, ഈ ലെങ്ത്ത് തീറ്റ ആയിരുന്നു, അതുപോലെ ഈ ആംഗിൾ തീറ്റ ആയിരുന്നു, ഈ ആംഗിൾ ഫൈ ആയിരുന്നു. സോ തീറ്റ ബാർ എന്ന് പറയുന്നത് തീറ്റ മൈനസ് ഫൈ ആണ്. ഓക്കെ, ഇനി കോസ് എ മൈനസ് ബി എന്നുള്ള ഫോം വെച്ചിട്ട് ഈ ടേം എക്സ്പാൻഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് എ കോസ് തീറ്റ കോസ് ഫൈ പ്ലസ് എ സൈൻ തീറ്റ സൈൻ ഫൈ. ഇനി എ കോസ് തീറ്റ നമുക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് എ വൈ ആൻഡ് എ സൈൻ തീറ്റ ഈസ് എ ഇസഡ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് എ വൈ ബാർ. ഓക്കെ, സോ ദർ ഇസ് എ മിസ്റ്റേക്ക് ഹിയർ. സോ ദിസ് ഈസ് എ വൈ ബാർ. So this is the y component of A in the new coordinate system. Okay, now similarly you can find out what is the z component of vector A in the new coordinate system, which is given by A sin theta bar. Okay, കാരണം ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, അതിൻ്റെ ഈ ലെങ്ത് ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദിസ് ലെങ്ത് ഈസ് ഒബ്റ്റൈൻഡ് ആസ് ടേക്കിംഗ് ദി സൈൻ തീറ്റ ബാർ. ഓക്കെ, സൈൻ തീറ്റ ബാർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സൈൻ തീറ്റ ബാർ എന്ന് കൊടുക്കുക, സൈൻ തീറ്റയ്ക്ക് തീറ്റ മൈനസ് ഫൈവ് കൊടുക്കുക, എന്നിട്ട് ഇത് സൈൻ എ മൈനസ് ബി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് എ സൈൻ തീറ്റ കോസ് ഫൈവ് മൈനസ് എ കോസ് തീറ്റ സൈൻ ഫൈവ് എന്ന് വരും. ഇവിടെ എ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എ ഇസഡ് ആണ്, കോസ് ഫൈവ് അതുപോലെ എഴുതി. There is a minus sign. Okay, so and a cos theta is ay sin phi. Okay, x component മാറ്റമൊന്നുമില്ല, പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലും പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സെയിം തന്നെയാണ്. കാരണം എക്സ് ആക്സിസിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസിലുള്ള കമ്പോണൻസ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നൗ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കമ്പോണൻസ് കിട്ടി നമുക്ക്. ഏതൊക്കെയാണ്? എ എക്സ് ബാർ കിട്ടി, എ വൈ ബാർ കിട്ടി, എ ഇസഡ് ബാർ കിട്ടി. ഇനി ഇത് നമുക്കൊരു മെട്രിക്സ് ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റും. സോ യു ലുക്ക് അറ്റ് ദിസ് മെട്രിക്സ് എ വൈ ബാർ ഈക്വൽ ടു എ വൈ, അതായത് ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഓക്കെ, സോ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, 2x2 സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഓക്കെ, എ വൈ ബാർ ഉണ്ട്, ഇവിടെ എ ഇസഡ് ബാർ ഉണ്ട്, ഇവിടെ എ വൈ എ ഇസഡ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഈക്വൽ ആവുന്നത്? ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഫസ്റ്റത്തെ കമ്പോണൻറ്റ് അല്ലേ, ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ഇത് ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് എ വൈ കോസ് ഫൈവ് പ്ലസ് എ ഇസഡ് സൈൻ ഫൈവ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്, എ വൈ കോസ് ഫൈവ് പ്ലസ് എ ഇസഡ് സൈൻ ഫൈവ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എ ഇസഡ് ബാർ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ റോ ഈ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് എ വൈ സൈൻ ഫൈവ് പ്ലസ് എ ഇസഡ് കോസ് ഫൈവ്. അത് തന്നെയാണ് നമുക്ക് നേരത്തെയുള്ള ഇക്വേഷനിൽ കിട്ടിയിട്ടുള്ളത്. സോ ഇത്തരത്തിൽ നമുക്ക് മെട്രിക്സ് ഫോമിൽ നമുക്ക് ഈ ഓപ്പറേഷനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. അതിൻ്റെ ഒരു ഉപകാരം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നൗ ഇതൊരു 3 ഡയമെൻഷൻ. ഇപ്പോൾ എക്ക് 2 കമ്പോണൻ്റ് അല്ല 3 കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ 3 ഡയമെൻഷനിൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. അതായത് ഇവിടെ ഒരു കമ്പോണൻ്റ് കൂടി ചേർക്കാം, കോളം മെട്രിക്സിൽ എ എക്സ് ബാർ കൂടി ചേർക്കാം. എ എക്സ് ബാറിൽ ചേഞ്ചസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ 1 കൊടുത്തു. ഇതെല്ലാം 0 ആണ് എലമെൻറ്റ്സ്. ബാക്കിയുള്ള ഈ 2 മെട്രിക്സ് ഇവിടെ എന്ത് മെട്രിക്സ് ആണോ ഉള്ളത് അത് തന്നെ ഇവിടെ ചേർക്കാം. അപ്പം ഇങ്ങനെ ഒരു റൊട്ടേഷൻ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ എവിടെയാണോ 1 ഉള്ളത് നോക്കുക. സോ അതായിരിക്കും അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ ഇത് എക്സ് കമ്പോണൻ്റ് ആണ് ഇവിടെ എഴുതുക, ഇവിടെ വൈ കമ്പോണൻ്റ്, ഇതിവിടെ സെഡ് കമ്പോണൻ്റ്. ഓക്കെ, നൗ ഈ ആക്സിസിൽ റൊട്ടേഷൻ ഉണ്ട്. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാം എ എക്സിന് ചേഞ്ച് ഒന്നുമില്ല. കാര്യം ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 ടേം 0 ആയിട്ട് പോകും. കാര്യം ഇവിടെ 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 ഇൻറ്റു എ എക്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സോ എ എക്സ് ബാർ ഈക്വൽ ടു എ എക്സ്. എ വൈ ബാർ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെയുള്ള ഇക്വേഷനാണ് കിട്ടുക. ഇനി ഈ മെട്രിക്സിനെ നമുക്ക് റൊട്ടേഷണൽ മെട്രിക്സ് എന്ന് പറയാം. ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന R5. കാര്യം 5 ആംഗിളാണല്ലോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് R5 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് കോൾഡ് ആസ് റൊട്ടേഷണൽ മെട്രിക്സ്. ഈ മെട്രിക്സിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്.
ഒന്നാമത്തെ പ്രത്യേകത ദീസ് ആർ ഓർത്തോഗണൽ മെട്രിക്സസ്. ഓർത്തോഗണൽ മെട്രിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ മെട്രിക്സസ് ഹാവിങ് ദിസ് പ്രോപ്പർട്ടി R5 ട്രാൻസ്പോസ് R5 ഈക്വൽ ടു R5 ട്രാൻസ്പോസ് ഈക്വൽ ടു I. സോ നമുക്ക് ട്രാൻസ്പോസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ റൊട്ടേഷണൽ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 ഈ മെട്രിക്സ് ആണ്. ഇത് ട്രാൻസ്പോസ് എടുത്തിട്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ദിസ് ഐഡൻറ്റിറ്റി ഈസ് വെരി യൂസ്ഫുൾ. യു ഹാവ് ടു ചെക്ക് വെദർ R transpose R is identity or not. You have to check both actually, R transpose R as well as R transpose equal to sorry, it's not 0, it's 1. Okay, now so this is all about rotation in the x axis. Okay, ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാം x ആക്സിസിലുള്ള റൊട്ടേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ റൊട്ടേഷൻ ആക്സിസ് എക്സ് ആക്സിസോ അല്ലെങ്കിൽ വൈ ആക്സിസോ ഇസഡ് ആക്സിസോ മാത്രമായിക്കൊള്ളുന്നില്ല. യു ക്യാൻ ഓൾസോ ഹാവ് ആക്സിസ് റൊട്ടേഷൻ ഇൻ എ ജനറൽ ഡയറക്ഷൻ. ഒരു മിക്സർ ഓഫ് യു ക്യാൻ ടേക്ക് എനി ആക്സിസ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ റൊട്ടേഷണൽ മെട്രിക്സ് യൂഷ്വലി നമുക്ക് എഴുതുന്നത് നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, ഒരു കോളം മെട്രിക്സ് ഉണ്ട്. സോ ദിസ് വിൽ ബി ദ ന്യൂ വെക്റ്റർ. ഓക്കെ, ഇൻ ദി മെട്രിക്സ് ഫോം. ഇവിടെ നമുക്കൊരു റൊട്ടേഷണൽ മെട്രിക്സ് ഉണ്ട്. റൊട്ടേഷൻ മെട്രിക്സിന് എത്ര കമ്പോണൻസ് ഉണ്ട്? 9 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു വെക്റ്റർ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് 3 ഡയമെൻഷനിൽ 9 കമ്പോണൻസ് ഉണ്ടാവും റൊട്ടേഷൻ മെട്രിക്സിന്. ഇത് XX കമ്പോണൻറ്റ്, XY കമ്പോണൻറ്റ്, XZ കമ്പോണൻറ്റ്, അതുപോലെ തന്നെ RYX, RYY, RYZ, RZX, ZY, ZZ. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾഡ് വെക്റ്റർ ഉണ്ടാവും AX, AY, AZ. Okay, so this is about rotation of the coordinate system. അപ്പോൾ നമ്മളിവിടെ കണ്ടത് കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ന്യൂ വെക്റ്റർ ആണ്. ന്യൂ വെക്റ്റർ അല്ലെങ്കിൽ ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലുണ്ടായിരുന്ന വെക്റ്റർ ട്രാൻസ്ഫോം ചെയ്തിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ മാറും. അതായത് AX, AY, AZ എന്നുള്ള കോഎഫിഷ്യൻസ് മാറിയിട്ട് പുതിയ കോഎഫിഷ്യൻസ് ആയിട്ട് മാറി. ഇങ്ങനെ മാറുന്ന ക്വാണ്ടിറ്റീസിന് പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന്. സപ്പോസ് ഇഫ് ദർ ആർ ക്വാണ്ടിറ്റീസ് വിച്ച് ഡസ് നോട്ട് ട്രാൻസ്ഫോം. ഓക്കെ, ഇതിലുള്ള ഒരു കമ്പോണൻറ്റും ചേഞ്ച് വരുന്നില്ല. ഇവിടെ AX ആണെങ്കിൽ ഇവിടെയും AX തന്നെ കിട്ടുന്ന തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ വെക്റ്റർ ഓപ്പറേഷനെ നമുക്ക് ജനറലായിട്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം, AY ബാർ. കാരണം നമുക്കറിയാം വെക്റ്ററിൻ്റെ കമ്പോണൻറ്റ് ഫോമിൽ നമ്മൾ AI എന്ന് മാത്രമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ AI ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ith കമ്പോണൻറ്റ് ഓഫ് ദ ന്യൂ വെക്റ്റർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ. അതായത് ഈ റൊട്ടേഷൻ മെട്രിക്സിനെ നമുക്ക് എഴുതുന്നതാണ് J ഈക്വൽ ടു 1 to 3. 1 to 3 എന്ന് പറയാൻ കാര്യം Iയും Jയും XYZ വാല്യൂസ് എടുക്കാൻ പറ്റും. J1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ RX എന്ന് കൊടുക്കണം. J2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ RY എന്ന് കൊടുക്കണം. സോറി, ഇവിടെ RIY എന്ന് കൊടുക്കണം. J3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ RIZ എന്ന് കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പാൻഷൻ ഓർ ദ കമ്പോണൻറ്റ് ഫോം ഓഫ് rotation of the coordinate system. Okay, and so a vector is you can define the vector as a set of 3 components that transforms in the same manner as the displacement when you change the coordinate system. Displacement change ചെയ്യുന്ന തരത്തിൽ തന്നെ കമ്പോണൻസ് മാറുന്ന ക്വാണ്ടിറ്റീസ് ആണ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു മെട്രിക്സ് ഇക്വേഷനായിട്ട് എഴുതാം. സോ മെട്രിക്സ് ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ A ബാർ മെട്രിക്സ് എന്ന് പറയുന്നത് you can simply write R is the rotational matrix and the new old vector, the matrix representing the old vector. Okay, so A എന്ന് പറയുന്നത് ഓൾഡ് വെക്റ്ററിൻ്റെ മെട്രിക്സ് ആണ്. A ബാർ അതായത് ഇത് കോളം മെട്രിക്സ് ആണ്. R എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണ്, 3x3 മെട്രിക്സ് ആണ് 3 ഡയമെൻഷനിൽ വരിക. A ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻ എ കോളം
മെട്രിക്സ്, അതായത് 3/1 ഒറ്റ കോളമുള്ള മെട്രിക്സ് ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, നൗ so we have seen how a vector is transforming under rotation. Vector എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് റാങ്ക് ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് റാങ്ക് ക്വാണ്ടിറ്റിയാണ് മെട്രിസസ്. മെട്രിസസ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നോക്കാം. അതായത് മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യു വിൽ ബി ഹാവിങ് എ മെട്രിക്സ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കൊരു ടെൻസറാണ് ഉണ്ടാവുക. ഓക്കെ, സോ അതിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടെൻസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടെ സെക്കൻഡ് റാങ്ക് ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി യു ഹാവ് എ മെട്രിക്സ്. ഓക്കെ, സെക്കൻഡ് റാങ്ക് ടെൻസർ ഈസ് എ മെട്രിക്സ്. ഓക്കെ, സോ മെട്രിക്സിൻ്റെ കമ്പോണൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കമ്പോണൻസ് ഉണ്ടാവും നമുക്കറിയാം. ഒരു മെട്രിക്സ് Aij എന്നാണ് പറയുക നമുക്ക്. അതായത് ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അതിന് 3/3 മെട്രിക്സ് ആണെങ്കിൽ അതിന് 9 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ് ബട്ട് യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട് ആക്ച്വലി. ഓക്കെ, അപ്പം നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഇൻഡെക്സ് വരും. ദിസ് റെപ്രസെൻറ്റ്സ് എ മെട്രിക്സ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 റൊട്ടേഷണൽ മെട്രിക്സ് വരും. ബിക്കോസ് ഓരോ കമ്പോണൻറ്റിനും ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ടാവും. ഓക്കെ, വെക്ടറിൽ ഒരു കമ്പോണൻറ്റിന് ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ടായിരുന്നു. ഇവിടെ യു ഹാവ് 2 സമ്മേഷൻസ്. K and L runs from 1 to 3 and here you have Rik and Rjl Tkl. So this is the matrix in the old representation and this is a matrix in the new representation. So if an nth rank tensor has n indices, okay, അതായത് ഇവിടെ ഇത് സെക്കൻഡ് റാങ്ക് ടെൻസറാണ്. അതിന് 2 ഇൻഡിസസ് ആണല്ലോ, ഐയും ജെയും. ആൻഡ് ഇറ്റ് ഹാസ് 3n കമ്പോണൻസ്. ഓക്കെ, 3 raised to n കമ്പോണൻസ്. 3 raised to n കമ്പോണൻസ് പറഞ്ഞാൽ ഈ മെട്രിക്സിന് 9 കമ്പോണൻസ് ആണുള്ളത്. ഓക്കെ, ട്രാൻസ്ഫോം വിത്ത് n ഫാക്ടേഴ്സ് ഓഫ് ആർ. ഓക്കെ, ആറിൻ്റെ 2 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. If you are transforming a vector that is a tensor of rank 1, then the rotational matrix will be having 9 components in 3 dimension. And if you are transforming a scalar or tensor of rank 0, then there will be only 1 component in the transformation matrix. Okay, thank you.